ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഏഷ്യൻ രാജ്യമാണ് ആർമേനിയ. കേരളത്തിൻ്റെ അതേ വലിപ്പമുള്ള ഈ കൊച്ചു രാജ്യത്തിൽ 30 ലക്ഷം ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇന്ത്യയുടെ രണ്ടിരട്ടിയാണ് അളോഹരി വരുമാനം. ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് കൊക്കേഷ്യൻ പ്രദേശത്താണ് ആർമേനിയ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ യൂറോപ്യൻ വംശജരാണ്. യൂറോപ്യൻ വംശജരെ പൊതുവെ ഇംഗ്ലീഷിൽ കൊക്കേഷ്യൻ വംശജർ എന്നും പറയാറുണ്ട്. ജോർജിയ, അസർബൈജാൻ എന്നിവയാണ് മറ്റു 2 കൊക്കേഷ്യൻ രാജ്യങ്ങൾ. ഏഷ്യയിലുള്ള സ്ഥാനം കൊണ്ട് ആർമേനിയക്ക് യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. എങ്കിലും ആർമേനിയയിൽ പോകുമ്പോൾ നമുക്ക് അവരുടെ തനതായ യൂറോപ്യൻ സംസ്കാരം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പണ്ട് റഷ്യയായിരുന്നു ആർമേനിയ ഭരിച്ചിരുന്നത്. റഷ്യയുടെ ഒരു സംസ്ഥാനമായിരുന്നു പണ്ടത്തെ കാലത്ത് ആർമേനിയ. ജോർജിയയെ പോലെയുള്ള സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം റഷ്യയുമായി ശത്രുതയിലായി. എന്നാൽ ആർമേനിയ ഇപ്പോഴും റഷ്യയുടെ സൗഹാർദ്ദത്തിലാണുള്ളത്. അതിനു കാരണം തുർക്കിയോടുള്ള ഭയം കൊണ്ടാണ്. അയൽരാജ്യമായ തുർക്കി ആർമേനിയ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമോ എന്ന് ഈ രാജ്യം എപ്പോഴും ഭയപ്പെടുന്നുണ്ട്. പണ്ട് ആർമേനിയ ഭരിച്ചിരുന്ന തുർക്കിക്കാർ ഒരുപാട് കൂട്ടക്കുരുതികൾ ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. 6 ലക്ഷത്തോളം ആർമേനിയക്കാരെ കൊന്നൊടുക്കിയ ക്രൂരമായൊരു ചരിത്രം അവശേഷിക്കുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യകൾ ഒന്നായിരുന്നു തുർക്കിയുടെ ആർമേനിയൻ കൂട്ടക്കുരുതി. എങ്കിലും ഇപ്പോഴും ആ സംഭവത്തിന് മാപ്പ് പറയാൻ തുർക്കി തയ്യാറായിട്ടില്ല. ഞങ്ങൾ പണ്ട് വലിയ വീരശൂര പരാക്രമികളായിരുന്നു, പല രാജ്യങ്ങളും ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, അതിനൊന്നും മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് തുർക്കിയുടെ നിലപാട്. എങ്കിലും ആർമേനിയക്കാർ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയതുകൊണ്ട് മുസ്ലിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നില്ല. 812 മുസ്ലിങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ ആർമേനിയയിൽ ജീവിക്കുന്നു. അവർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ബ്ലൂ മോസ്ക് എന്നൊരു പള്ളിയും ആർമേനിയയുടെ തലസ്ഥാനത്തിലുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമായി ആർമേനിയ അറിയപ്പെടുന്നു. പൗരാണികമായ ഈ ക്രിസ്ത്യൻ പാരമ്പര്യമുള്ളതുകൊണ്ട് ധാരാളം ചർച്ചുകളും കത്തീഡ്രലുകളും ഇവിടെയുണ്ട്. അവയിൽ ഭൂരിഭാഗവും കുന്നും മലയുമുള്ള ചുറ്റുപാടുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഫോട്ടോജനിക്കാണ് ആർമേനിയയിലെ പള്ളികൾ. ആർമേനിയയുടെ തലസ്ഥാനമായ യെരവാൻ നഗരത്തിൽ 10 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. റഷ്യക്കാരാണ് മനോഹരമായ ഈ നഗരം ഉണ്ടാക്കിയത്. റഷ്യൻ ശൈലിയിൽ വലിയ റോഡുകളും വലിയ കെട്ടിടങ്ങളുമാണ് അവർ ഉണ്ടാക്കിയത്. ബിഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് റഷ്യക്കാർ പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ലണ്ടൻ നഗരം പോലെ തിക്കും തിരക്കുമുള്ള വീതി കുറഞ്ഞ റോഡുകൾ നിറഞ്ഞ ഒരു നഗരമാതൃക റഷ്യക്കറിയുകയില്ല. മനുഷ്യരുടെ നീളം 6 അടി ആയതുകൊണ്ട് അതിന് ആനുപാതികമായ വലുപ്പം കുറഞ്ഞ റോഡുകളും കെട്ടിടങ്ങളുമാണ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുക. ഈ സത്യം റഷ്യക്കാർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മനുഷ്യരുടെ വലുപ്പത്തിന് ആനുപാതികമായി ചെറിയ കെട്ടിടങ്ങളും ചെറിയ റോഡുകളും ഉണ്ടാക്കുന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ദ ഹ്യൂമൻ സ്കെയിൽ എന്നാണ് പറയുക. വളരെ അണ്ടുലേറ്റിംഗ് ആയ, അതായത് നിമ്നോന്നതമായ ഒരു ടെറൈനാണ് ആർമേനിയയിലുള്ളത്. ധാരാളം മലമ്പാതകൾ ഈ രാജ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ മലമ്പാതകളിൽ കൂടി വാഹനങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നത് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വിരുന്ന് തന്നെയാണ്. യെരവാൻ നഗരത്തിലെ ലവേഴ്സ് പാർക്ക് ജാപ്പാനീസ് ഗാർഡൻ മാതൃകയിൽ ഉണ്ടാക്കിയ ഒരു പാർക്കാണ്. ഇവിടെ പ്രത്യേകമായി ഒരു മെട്രോ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. മനോഹരമായ ചുറ്റുപാടുകൾ റൊമാൻറ്റിക ഭാവം ഉണർത്തുന്നുവെന്ന് സന്ദർശകർ പറയുന്നു. കേരളത്തിൽ മലമ്പുഴ ഗാർഡന്റെ ഉള്ളിൽ ഒരു ചെറിയ ജാപ്പാനീസ് ഗാർഡൻ വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട്. യെരവാൻ നഗരത്തിലെ മിർസോയാൻ ലൈബ്രറി റെസ്റ്റോറൻറ്റ് പ്രണയ ജോഡികളുടെ ഇഷ്ടപ്പെട്ട വിഹാര കേന്ദ്രമാണ്. അതുപോലെ മാസ്റ്റർ ക്ലാസ് റെസ്റ്റോറൻറ്റ്, തുമയാൻ റെസ്റ്റോറൻറ്റ്, ടാവേൺ യെരവാൻ റെസ്റ്റോറൻറ്റ്, ലാവേഷ് റെസ്റ്റോറൻറ്റ് എന്നിവയും യെരവാൻ നഗരത്തിലുണ്ട്. അതുപോലെ എൻവോയ് ഹോസ്റ്റൽ ചെലവ് ചുരുങ്ങിയ അക്കമഡേഷൻ നൽകുന്നു. കോൺഗ്രസ് ഹോസ്റ്റൽ കുറെ കൂടി ചെലവ് കൂടിയ അക്കമഡേഷനും നൽകുന്നു. യെരവാൻ നഗരത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിസ് എയർ, ആർമീനിയൻ എയർവൈസ്, ജോർജിയൻ എയർലൈൻസ് തുടങ്ങിയ വിമാന കമ്പനികൾ പതിവായി സർവീസ് നടത്തുന്നു.